ഹായ് ഗൈസ്, നമസ്കാരം. എൻ്റെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോൻ്റെ നമ്മളുടെ തുടക്കം ഒരു കമൻറ്റ് വായിച്ചുകൊണ്ടായിക്കോട്ടെ. ഞാൻ സൈഡിൽ കമൻറ്റ് നല്ല വലുപ്പത്തിൽ കൊടുക്കുന്നുണ്ട്. ഹൈജീൻ ഉള്ളവർക്ക് പറഞ്ഞിട്ടുള്ള കാര്യമാണ് ചേട്ടാ ഇതൊക്കെ എന്നാണ് ഒരു കമൻറ്റ് വന്നത്. കമൻറ്റ് ഇട്ടത് രൂമ കോസ്മെറ്റോളജി എന്ന് പറയുന്ന ഒരു വെരിഫൈഡ് അക്കൗണ്ടിൽ നിന്നാണ് കേട്ടോ. ഹൈജീൻ ഉള്ളവർക്ക് പറഞ്ഞിട്ടുള്ള കാര്യമാണ് ചേട്ടോ ഇതൊക്കെ എന്ന് വെച്ചാൽ വൃത്തിയുള്ള ആൾക്കാരോടെ ഇതിനെപ്പറ്റി, അല്ലെങ്കിൽ വൃത്തിയുള്ളവർക്ക് മാത്രമേ ഇതിനെപ്പറ്റി പറഞ്ഞിട്ട് കാര്യമുള്ളൂ. ഇതൊന്നുമില്ലാത്ത ആൾക്കാർ ഇതിനെപ്പറ്റി പലതും പ്രസംഗിക്കും, നമ്മൾ മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല എന്ന രീതിയിലാണ് ഇതിട്ടത്. അപ്പോൾ ഇവിടെ വൃത്തിയില്ലാത്ത സ്ത്രീ എന്ന് ഉദ്ദേശിച്ചത് നമ്മളുടെ സ്വന്തം രേണു സുധീനെയാണ്. അപ്പോൾ നിങ്ങൾ ആലോചിക്കും, അല്ലെങ്കിൽ നിങ്ങൾ കുറേ ആൾക്കാരുടെ വീഡിയോയിൽ നിന്നൊക്കെ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് ആദ്യം ഇതെന്താ സംഭവം നോക്കാം. ഞാനിവിടെ തൊട്ടടുത്ത് നിങ്ങൾക്ക് അടുത്തൊരു പോസ്റ്റ് ഇടുന്നുണ്ട്. ഇതാണ് സംഭവം. ഇതിൽ രേണു സുധി മുടി പിടിപ്പിച്ചതാണ്. അപ്പോൾ അത്യാവശ്യം യൂട്യൂബൊക്കെ ഹാൻഡിൽ ചെയ്യുന്ന ആൾക്കാർക്ക് അറിയാം, കുറേ ആൾക്കാർ ഈ പരിപാടി ചെയ്യുന്നുണ്ട്. നമ്മളുടെ മുടീൻ്റെ അതേ ടൈപ്പ് മുടി എടുത്തിട്ട് നമ്മളുടെ മുടീൻ്റെ ഇടകളിലൊക്കെ ഇങ്ങനെ ആക്കി കൊടുക്കും. അപ്പം ഇത്ര നീളമുള്ള ആൾക്കാർക്ക് ഇത്ര നീളം ഭയങ്കര നീളത്തിൽ കിട്ടും. അപ്പം അങ്ങനെയൊക്കെ ചെയ്തിട്ടാണ് രേണു സുധി ഇങ്ങനെ മുടിയും കൊണ്ട് ഇങ്ങനെ പാറി നടക്കുന്നത്. മറ്റേ ഈ പരിപാടി ഇല്ല, എന്താ പരിപാടീൻ്റെ പേര്, ഒരു മോഡലായിട്ട് ഒരു കേരളീയ കോലം കെട്ടിയ ഒരു പരിപാടി, അതിലൊക്കെ ഇങ്ങനെ മുടിയൊക്കെ പറപ്പിച്ച് വന്നത് ഈ മുടി ചെയ്തതിന് ശേഷമാണ്. അപ്പം അതിന് ശേഷം ബിഗ് ബോസിലിരുന്ന് ഈ മുടീനെ പറ്റി നമ്മളുടെ രേണു സുധി ഒരു കാര്യം പറഞ്ഞു. അതാണ് ഇപ്പോൾ വലിയൊരു വിഷയമായത്. അപ്പം നമുക്ക് ആദ്യം ബിഗ് ബോസിൽ എന്താ പറഞ്ഞതെന്നൊന്ന് കാണാം. ചെറിയ ചെറിയ കഷ്ണമായിട്ട് വലിയൊരു പേരാണ് എല്ലാം ഇങ്ങനെ വന്നോണ്ടിരിക്കുന്നുണ്ടോ. ഈ സാധനം കണ്ടോ ഇവരെല്ലാം ഇങ്ങനെ എടുത്ത് അവളും എടുത്തായിട്ട് തന്നെ ഇതാ അതുകൊണ്ട് ഞാൻ ഇപ്പൊ ചെന്നപ്പോ ഇതെല്ലാം ഇളകുന്നുണ്ടോ, ഫുൾ ഇളകുവാണ്. അത് സംഭവം മനസ്സിലായല്ലോ, ഇത്രയേ ഉള്ളൂ. രേണു സുധി ഇങ്ങനെ ഹെയർ എക്സ്റ്റൻഷൻ ചെയ്തിരുന്നു. ആ പേജുകാരെയും അതിൻ്റെ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ സോഷ്യൽ മീഡിയയിൽ വന്ന് പ്രൊമോട്ട് ചെയ്ത ആളാണ്. ഞാനത് കാണിച്ചു തരാം. അതിനുശേഷം ബിഗ് ബോസ് പോലെയുള്ള ഒരു വലിയ പ്ലാറ്റ്ഫോമിൽ വന്നിരുന്നു കൊണ്ട് ബാക്കിയുള്ള ആൾക്കാരെടുത്ത് ഈ ഹെയറിനെ പറ്റി വളരെ നെഗറ്റീവായിട്ടുള്ള കമൻറ്റ് പറഞ്ഞു. ഇങ്ങനെ കാണിച്ചു കൊടുക്കും, ഇവിടെയൊക്കെയാണ് ഒട്ടിച്ചിട്ടത്, ഇത് ഈ പറഞ്ഞ് വരികയാണ്, ഇത് കറക്റ്റ് നിൽക്കുന്നില്ല, എങ്ങനത്തെ രീതിയിലാണ് കുറേ കാര്യങ്ങൾ ഇവർ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം, ഇതൊരു ബിഗ് ബോസ് ഷോയാണ്, ജനങ്ങൾ കാണുന്ന ഒരു ഷോയാണ്. നിങ്ങൾ അവിടെ കയറി ഇങ്ങനത്തെ രീതിയിൽ പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ചെയ്തു തന്ന ആൾക്കാർക്ക് എന്ത് വലിയ നഷ്ടമാണ് സംഭവിക്കുക എന്നുള്ളത് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? ആദ്യം തന്നെ നിങ്ങൾ തീരെ നന്ദിയില്ലാത്തൊരു സ്ത്രീയാണ്. നന്ദികേടിൻ്റെ പര്യായം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് രേണു സുധി എന്ന് പറയേണ്ടിയിരിക്കുന്നു. അവരെ കൊളാബാറ്റ് എടുത്ത് മുടിയുമായിട്ട് ഇത്രയും കാലം നടന്നിട്ട് വലിയൊരു പ്ലാറ്റ്ഫോമിൽ വന്ന് ആ മുടിയിൽ ഇത്രയും കുറ്റം പറയാൻ നിങ്ങൾക്ക് എങ്ങനെ തോന്നി? നിങ്ങൾ തന്നെ മറുകണ്ഠം പറയുന്ന ഡയലോഗ് ഇതാ ഇപ്പം കാണിച്ചു തരാം. അയ്യോ, സ്റ്റൈല് നമുക്ക് ചെയ്യാം. മുഖത്തിന്റെ ആ ഒരു ചേഞ്ച് വന്നു. പിന്നെ വേറൊന്ന് ഞങ്ങള് വലിയൊരു ചേഞ്ച് വന്നത് ഞങ്ങള് ഈ സാധനം മാറ്റി ഈ മുടി ഫ്രണ്ടിലോട്ട് ഇടുന്ന പരിപാടി മാറ്റി ഞങ്ങൾ ഈ സ്റ്റൈലായിരിക്കും ഇപ്പൊ രേണുവിനെ കാണുന്നത്. ഞങ്ങൾക്ക് വലിയ മേക്ക് ഓവർ ഞങ്ങൾക്കും തരാൻ പറ്റിയില്ല. വലിയ സന്തോഷം. അത് ഇനി നമ്മൾ കാണും. ഐബ്രോ ചെയ്തു, ഞങ്ങള് സ്കിൻ ചെയ്തു, അതെ ബേബി ഗ്ലോ ഒക്കെ ചെയ്തു. ഇനിയിപ്പോ നമ്മുടെ ഹെയറിലോട്ട് കയറിയിട്ടുണ്ട്. ഇനിയിപ്പോ കംപ്ലീറ്റ് ആണോ ഇതാണോ കണ്ടത്? അവരെ നാണം കെട്ടി നാരായണക്കല്ലാകാൻ വേണ്ടിയാണോ കാണണം എന്ന് പറഞ്ഞേ? രേണുവിന്റെ മേക്ക് ഓവർ കംപ്ലീറ്റ് പെർമനന്റ് കോസ്മെറ്റിക്സിൽ വന്ന് തന്നെ ഇൻവിസിബിൾ ഹെയർ എക്സ്റ്റൻഷൻ ആണ് ചെയ്തിരിക്കുന്നത്. ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്. സത്യം പറഞ്ഞാൽ എന്റെയൊക്കെ 40 കിലോയിൽ ഇത്ര ഹെയർ ഒക്കെ വെച്ച് ഞാൻ വീഴുമെന്നാണ്, പക്ഷെ ഒന്നും അറിയുന്നില്ല. ഞാൻ ഒരു വെയിറ്റും ഇല്ലെന്നാണ് അതിന്റെ സത്യം. ഭയങ്കര നാച്ചുറൽ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്ത്. നിങ്ങൾ ഇങ്ങനെ അടിപൊളിയായിട്ട് ആളുടെ പേജിൽ കൂടെ ഷെയർ ചെയ്തിട്ട് ഇവരെ പറ്റി പറഞ്ഞ് ഇട്ട ഒരു കൊളാബാണ്. അത് കഴിഞ്ഞ സമയത്ത് ഇവർക്ക് ഹെയറിന് എന്തോ കൊഴിച്ചിലോ കാര്യങ്ങളോ എന്തൊക്കെയോ ഉണ്ട് എന്നാണ് ബിഗ് ബോസ് പറയുന്നത്. നമ്മൾ ഹെയറിന് എന്ത് ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും അതിൻ്റെ ആഫ്റ്റർ കെയർ അനുസരിച്ചിരിക്കും ആ ട്രീറ്റ്മെൻറ്റ് നമ്മളുടെ തലയിൽ നിൽക്കുന്നത്. നമ്മളതിന് ഒരു കെയറും കൊടുക്കുന്നില്ല, നമ്മൾ തോന്നിയത് പോലെയാണ് നിൽക്കുന്നതെങ്കിൽ നമ്മൾ ആ ബ്യൂട്ടി പാർലറുകാരെയോ അല്ലെങ്കിൽ സലൂണുകാരെയോ കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഇപ്പം എൻ്റെ ഹെയർ എന്ന് പറഞ്ഞാൽ പെർമനൻറ്റ് ബ്ലോ ഡ്രൈ ചെയ്തിട്ടുള്ള ഒരു ഹെയറാണ്. എൻ്റെ ഹെയർ ഭയങ്കര എക്സ്ട്രീം ഓയിലി ഹെയറാണ്. അപ്പം എൻ്റെ ഒരു മെയിൻ പ്രശ്നം, ഞാൻ ഒരു ദിവസം കുളിക്കാൻ വിട്ടാൽ തന്നെ എൻ്റെ മുടീൻ്റെ ഇതിലൊക്കെ ഓയിൽ ഇറങ്ങിയിട്ട് ഫേസ് ഫുള്ള് കംപ്ലീറ്റ് പിമ്പിൾസ് വരും. അപ്പം എനിക്കിങ്ങനെ ഇത് നമുക്ക് അധികം ഹെയർ വാഷ് പാടില്ല ബ്ലോ ഡ്രൈ ചെയ്ത്. ഞാൻ ഡെയിലി ഹെയർ വാഷ് ചെയ്യുന്ന ഒരാളാണ്. അത് നല്ലതാണെങ്കിലും നല്ല അല്ലെങ്കിലും എനിക്ക് അതാണ് കംഫോർട്ടബിൾ.
അപ്പം ഞാൻ ഈ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഞാൻ എന്ത് ചെയ്യുന്നു വെച്ചാൽ ഈ 2 ദിവസമൊക്കെ വാഷ് ചെയ്യാണ്ട് നിൽക്കുമ്പോഴേക്ക് തലയെല്ലാം കൂടെ ഈ എണ്ണ നമ്മുടെ കോക്കനട്ട് ഓയിൽ തേച്ച അവസ്ഥയാവും. അപ്പം അത് തല കോക്കനട്ട് ഓയിലിൻ്റെ അവസ്ഥയാവുന്നില്ല എൻ്റെ മെയിൻ പ്രശ്നം. എനിക്കിത് ഈ ഏരിയയിൽ മുടി തട്ടുന്ന ഏരിയയിൽ ഫുൾ എനിക്ക് ചൊറിച്ചിൽ വരും. അപ്പോൾ ഞാനിതിൻ്റെ ഭാഗമായിട്ട് മാക്സിമം പിടിച്ചു നിൽക്കും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ പിന്നെ ഡെയിലി കുളിക്കാനും അല്ലെങ്കിൽ ഒന്നരാടൻ ഇടവിട്ട് കുളിക്കാനും ഞാൻ തുടങ്ങും എന്ന് കരുതി ഞാൻ പാർലറുകാരെ അടുത്ത് ചെന്നിട്ട് നിങ്ങൾ 6 മാസം നിൽക്കും എന്ന് പറഞ്ഞ ഒരു സാധനം വെറും 3 മാസമാണല്ലോ എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. ഞാൻ എങ്ങനെ എൻ്റെ ഹെയറിനെ കെയർ ചെയ്യുന്നു അതാണ് എനിക്ക് റിസൾട്ട് ഉണ്ടാവുക. ആൻഡ് ഈ ഹെയർ ഇങ്ങനെ ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്നത് ഞാൻ രേണുസുധിയിൽ മാത്രമല്ല കണ്ടത്. ഞാൻ എത്രയോ ഇൻഫ്ലുവൻസേഴ്സ് ഇത് ചെയ്ത് ഞാൻ കണ്ടിട്ടുണ്ട്. അവരൊക്കെ നല്ല അടിപൊളിയായി നടന്ന് ഞാൻ കണ്ടിട്ടുണ്ട്. ഒരു ക്രാഫ്റ്റ് ചെയ്യുന്ന ഒരാളുണ്ട്, എനിക്ക് ആളുടെ പേര് എനിക്ക് ഓർമ്മയില്ല. ആളൊക്കെ എത്രയോ കാലത്തോളം ഈ മുടിയും കൊണ്ടാണ് പോയത്. ഇങ്ങനെ നാട്ടിലും ചെയ്തു, അതിനുശേഷം പുറത്തു പോയിട്ടും ചെയ്തു. അപ്പം അവർക്കൊന്നും മുടിക്ക് പ്രശ്നമോ ഡാമേജോ ഒന്നും വരില്ല. മെയിൻ പ്രശ്നം നിങ്ങൾ കെയർ ചെയ്യാത്തതുകൊണ്ടാണ്. നിങ്ങളെ മിസ്റ്റേക്ക് കാരണം മുടിക്ക് ഇങ്ങനെ ഒരു ഇഷ്യൂ വരുന്ന സമയത്ത് നിങ്ങളൊരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് ഈ മുടി അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. മതി, അവരുടെ അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. എത്ര ആൾക്കാർ കാണുകയാണ്. നിങ്ങൾ അവരുടെ പേജിൻ്റെ പേരും നിങ്ങളുടെ പ്രൊഫൈലിൽ ഇട്ടിട്ടുണ്ട്. ഏതെങ്കിലും ഒരാൾ പിന്നെ ആ ഒരു പെർട്ടിക്കുലർ ഷോപ്പിനെ ട്രസ്റ്റ് ചെയ്തിട്ട് പോവുമോ? ഏതെങ്കിലും ഒരാൾക്ക് പോകാൻ തോന്നുമോ? പൈസ മുടക്കാൻ തോന്നുമോ? കാരണം ഇങ്ങനത്തെ ഈ ഹെയർ ഇങ്ങനെ ഫിക്സ് ചെയ്യുന്ന ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ചെറിയ പൈസയുടെ ഒന്നുമല്ല. അത്യാവശ്യം എൻ്റെ ഒരു അറിവ് പ്രകാരം അത്യാവശ്യം എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു സാധനമാണ്. അപ്പം ഇത്രയും പൈസ മുടക്കി അവരിങ്ങനെ ഒരു കാര്യം ചെയ്യുന്ന സമയത്ത് അതിനെ നിങ്ങൾ ഇത്ര ലാഘവത്തോടു കൂടി പറയാന്ന് പറയുന്നത്, ഞാൻ എപ്പോഴും എൻ്റെ വീഡിയോയിൽ പറയുന്ന പോലെ രേണുസുധീൻ്റെ വാക്കാണ് ഏറ്റവും വലിയ പ്രശ്നം, അല്ലെങ്കിൽ നാവാണ് ഏറ്റവും വലിയ പ്രശ്നം. ആൾ എന്തൊക്കെയൊക്കെയാണ് പറയുന്നത്, എന്തൊക്കെയാണ് ചെയ്യുന്നത്, എന്തൊക്കെയോ കാണിച്ചു കൂട്ടുന്നത് എന്നുള്ള കാര്യം ആൾക്ക് തന്നെ അറിയില്ല. ഫുൾ മണ്ടത്തരങ്ങളാണ് പറയുന്നത്. ആൾക്ക് വേണ്ടി ആരൊക്കെയാണോ എന്തൊക്കെയാണോ നല്ല കാര്യങ്ങൾ ചെയ്തു കൊടുത്തിട്ടുള്ളത് ഈ കാറ്റഗറി ഓഫ് ആൾക്കാരെ നാറ്റിക്കുക എന്നുള്ളതാണ് ഈ പെർട്ടിക്കുലർ ലേഡിയുടെ ഒരു മെയിൻ എയിം എന്ന് പറയുന്നത്. അപ്പം ഇതിന് താഴെ ഒരുപാട് കമൻസ് കാര്യങ്ങളൊക്കെ രേണുസുധിക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഞാൻ അതിൽ ഒരു 1-2 ഇവരുടെ പേജ് എടുത്ത് നോക്കി അതിൽ കറക്റ്റായിട്ട് അവർ പറഞ്ഞിട്ടുണ്ട് ഹെയർ എക്സ്റ്റൻഷൻ വെച്ചാൽ അതെങ്ങനെ കെയർ ചെയ്യണമെന്ന്. അതൊക്കെ കറക്റ്റായിട്ട് ചെയ്യുന്നില്ലെങ്കിൽ എക്സ്റ്റൻഷൻ പോകും. ദാറ്റ് ഈസ് നോട്ട് ദെയർ ഫാൾട്ട്. കുറച്ച് ഡേയ്സ് നമ്മുടെ മുടി നോക്കിയില്ലെങ്കിൽ അത് പോകില്ല. അതുപോലെ തന്നെയാണ് എക്സ്റ്റൻഷനും. പിന്നെ ഹൈജീനൊക്കെ ബിഗ് ബോസ് കാണുമ്പോൾ മനസ്സിലാവും. ബിഗ് ബോസിൽ ഏകദേശം ഇവരുടെ ഒരു ആറ്റിറ്റ്യൂഡും പെരുമാറ്റവും ഇവർ കളിക്കുന്ന രീതിയും കണ്ടാൽ തന്നെ നമുക്ക് ഇവരുടെ ഒരു യഥാർത്ഥ വൃത്തി എങ്ങനെയാണെന്നുള്ള മനസ്സിലാവും. അപ്പോൾ ആ വൃത്തി വെച്ചുകൊണ്ട് ഈ ഹെയർ എക്സ്റ്റൻഷൻ നോക്കാൻ നിന്നിട്ടുണ്ടെങ്കിൽ മുടിയിൽ ഒരു മാറ്റം ഉണ്ടാവില്ല എന്നൊക്കെയാണ്. അങ്ങനെ ഒരുപാട് നെഗറ്റീവ് കമൻറ്റ് കാര്യങ്ങളൊക്കെ ഇതിന് താഴെ വന്നിട്ടുണ്ട്. അപ്പം അതുകൊണ്ടാണ് പറയുന്നത്, കുറച്ചെങ്കിലും നമുക്ക് വേണ്ടി നല്ല നല്ല കാര്യങ്ങൾ ചെയ്തു തരുന്ന ആൾക്കാരോട് ഒരു പൊടിക്ക് നന്ദിയുള്ളവരായിരിക്കാൻ ശ്രമിക്കുക. ഇങ്ങനെ നിങ്ങൾക്കൊരു ഒരു ഒരു എന്താ പറയുക ഒരു സ്പേസ് കിട്ടി, അല്ലെങ്കിൽ ഒരു എന്തോ 4 ആൾ അറിയുന്ന ഒരാളായി എന്ന് കരുതി ഇങ്ങനെയൊക്കെ രീതിയിൽ പെരുമാറുന്നത് വളരെ മോശമായിട്ടുള്ളൊരു കാര്യമാണ്. ഇത്രയാണ് എനിക്ക് മെയിനായിട്ട് പറയാനുള്ളത്. സോ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടിൽ ദെൻ ഇറ്റ്സ് ബൈ ഫ്രം അമിയ. ടാറ്റാ.